സ്വാർത്ഥത എങ്ങനെയാണ് നമ്മളുടെ മനസ്സിനെ ബാധിക്കുന്നത് എന്നറിയോ? സ്വാർത്ഥത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു മാനസിക രോഗത്തിൽപ്പെട്ടതാണ്. അപ്പോൾ അതില്ലാതിരിക്കാൻ നമ്മളെപ്പോഴും പ്രാർത്ഥിക്കണം, നമ്മൾ അതിനനുസരിച്ച് പ്രയത്നിക്കണം. അപ്പോൾ ഈ സ്വാർത്ഥത നമ്മളെ പിടികൂടാനുള്ള നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കരുത്. നമ്മൾക്ക് മനസ്സിലാവില്ല. നമുക്ക് ചില സന്ദർഭങ്ങൾ വന്നാലാണ് നമുക്ക് മനസ്സിലാവുള്ളൂ ഞാൻ സ്വാർത്ഥയാണല്ലേ അല്ലെങ്കിൽ സ്വാർത്ഥനാണല്ലേ എന്ന്. അപ്പോൾ അങ്ങനെ ഒന്നും വരാതിരിക്കട്ടെ. അപ്പോൾ നമ്മൾ സ്വാർത്ഥത വെടിയുക. എന്നിട്ട് നന്മയുടെ കാര്യത്തിൽ നമ്മൾ വളരെയധികം അവർ ചെയ്യട്ടെ എന്ന് വിചാരിച്ച് നിൽക്കാതെ നമ്മൾ മുന്നിട്ടിറങ്ങി നന്മയ്ക്ക് വേണ്ടിയിട്ട് പണിയെടുക്കുക. അവിടെ നമ്മൾ കുറച്ച് സ്വാർത്ഥത ആയിരിക്കണം. കാര്യം നന്മയുടെ ഉത്തരം വലിയ നന്മയാണ്. ആ ഒരു പ്രതിഫലത്തിന് വേണ്ടിയിട്ട് നമ്മൾ പണിയെടുക്കുക. അപ്പോൾ നമ്മുടെ മനസ്സിലെ ആ ഒരു മാനസികമായ രോഗമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ ആ സ്വാർത്ഥത എടുത്തു കളയാം. അതിൽ കൂടെ വരുന്ന ഒരു സാധനമാണ് നമുക്ക് ഉണ്ടാവുന്നത് അഹങ്കാരം. ഈ സ്വാർത്ഥത മായ്ച്ചു കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അഹങ്കാരത്തെയും മായ്ച്ചു കളയാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ആ ഒരു സ്വാർത്ഥ മനോഭാവം ഇല്ലാതെ വളരെ ഫ്രീ ആയിട്ട് ദൈവത്തിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് നമ്മൾ ഉറപ്പിക്കുക. അപ്പോൾ നമുക്ക് മറ്റുള്ളവരോട് നമുക്ക് ഒരിക്കലും സ്വാർത്ഥതയോ നമ്മൾക്ക് സ്വന്തമായ അഹങ്കാരമോ ഇല്ലാതെ ജീവിക്കാൻ കഴിയും. ഈ രണ്ട് കാര്യങ്ങളും മനസ്സിന്റെ അസുഖത്തിൽപ്പെട്ടതാണെന്ന് തിരിച്ചറിഞ്ഞാലല്ലാതെ തിരുത്താൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് തിരിച്ചറിയുക എന്നും കൂടി അറിയിക്കുന്നു.